ഈ കൊല്ലത്തെ വിഷുയുടെ വീഡിയോ ഇടാൻ വേണ്ടിയിട്ട് കുറച്ച് ലേറ്റായിപ്പോയി എന്നുള്ളത് എനിക്കറിയാം. പക്ഷേ ഇത് ഇടാതിരിക്കാനും തോന്നുന്നില്ല. കാരണം കുറച്ച് സ്പെഷ്യലാണ് ഈ കൊല്ലത്തെ വിഷു. ഞങ്ങളെ കല്യാണം കഴിഞ്ഞിട്ടുള്ള ആദ്യത്തെ വിഷുവാണ്. 2 പേര് എന്നുള്ളത് 3 ആവാൻ പോവുകയാണ്. അങ്ങനെ ഒരുപാട് എന്താ പറയുക സന്തോഷത്തോടുള്ള വിഷു ആയിരുന്നതുകൊണ്ട് തന്നെ വീഡിയോ ഇടാതിരിക്കാൻ എനിക്ക് പറ്റിയില്ല. അങ്ങനെ രാവിലെ തന്നെ എഴുന്നേറ്റ് കണിയൊക്കെ കണ്ട് അതിനുശേഷം കൈനീട്ടമൊക്കെ കിട്ടി. അച്ഛൻ്റെ നിന്ന് കിട്ടി, ഏട്ടൻ്റെ നിന്നൊക്കെ അങ്ങനെ കൈനീട്ടമൊക്കെ മേടിച്ച് നമ്മൾ 4 പേരും കൂടെ അമ്പലത്തിലേക്ക് പോയി. അമ്പലത്തിൽ പോയി അവിടെ നല്ല നല്ല കണിയൊക്കെ ഒരുക്കിയിട്ടുണ്ടായിരുന്നു. അതൊക്കെ കണ്ട് ഭഗവാനോട് പ്രാർത്ഥിച്ച് അവിടെ നിന്ന് കൈനീട്ടമൊക്കെ മേടിച്ച് നമ്മൾ വീട്ടിലേക്ക് വന്നു. കുറച്ച് ഫുഡൊക്കെ ആക്കി അങ്ങനെ ഇരിക്കാമെന്ന് വിചാരിച്ചു കേട്ടോ. കുറച്ചൊക്കെ കൂടി കൊടുത്തു. പിന്നെ ഞാൻ പോയി ക്ഷീണം കൊണ്ട് കിടന്നുറങ്ങി. ഒന്നുറങ്ങി എഴുന്നേറ്റപ്പോഴത്തേക്കും ചേച്ചിയും വേദവും വന്നിട്ടുണ്ടായിരുന്നു. പിന്നെ അവരോട് വിശേഷമൊക്കെ പറയലായി, കൈനീട്ടമൊക്കെ കൊടുത്ത് അങ്ങനെ ഹാപ്പി ആയിട്ട് അങ്ങനെ ഇരുന്നു. ഏട്ടൻ എത്തിയിട്ടുണ്ടായിരുന്നില്ല. പിന്നെ ഏട്ടൻ വന്നു. അതിന് ശേഷം നമ്മൾ കുറച്ച് ഫോട്ടോസൊക്കെ എടുത്ത് പായസമൊക്കെ കുടിച്ച് അവർ മേലെ വീട്ടിലേക്ക് പോയിട്ടുണ്ടായിരുന്നു. പിന്നെ ഞാനും അച്ഛനും ഏട്ടനും അമ്മയും കൂടി ഇരുന്ന് ഫുഡൊക്കെ കഴിച്ച് നല്ലോണം ആസ്വദിച്ച് ഫുഡ് കഴിക്കാൻ പറ്റി. അതിന് ശേഷം കുറച്ച് നേരം റെസ്റ്റ് എടുത്ത് നമ്മൾ അടുത്ത വീട്ടിലേക്ക് പോയി. അവിടെ എത്തി. വേദുവിൻ്റെ കുറച്ച് ക്രിയേറ്റീവായിട്ടുള്ള വെൽക്കമിങ് ആയിരുന്നു നമ്മളെ. അച്ഛൻ വയ്യായിരുന്നു വന്നിട്ടുണ്ടായിരുന്നു, നമ്മളെ കൂടെ ഉണ്ടായിരുന്നില്ല. അങ്ങനെ ഞങ്ങൾ മെല്ലെ പറമ്പിലേക്കൊക്കെ ഇറങ്ങി. കുറച്ച് കരിക്കൊക്കെ ഉണ്ടായിരുന്നു. ഞാൻ പണ്ടൊക്കെ ഇതിലിങ്ങനെ കയറിയിട്ട് എന്ത് ചെയ്യുന്നു വെച്ചിട്ടുണ്ടെങ്കിൽ കൂട്ടി വെച്ചിട്ടൊക്കെ പറയും. അങ്ങനെ ചേച്ചിയുടെ സാഹസികമായ സപ്പോർട്ട് പറക്കലിന് ശേഷം നമ്മൾ വീട്ടിലേക്ക് പോയി. അവിടെ ചെന്ന് കുറച്ച് നേരം സംസാരിച്ചൊക്കെ ഇരുന്ന് പായസമൊക്കെ കുടിച്ച് അപ്പോഴേക്കും അമ്മമ്മയുടെ വക കൈനീട്ടമൊക്കെ തന്ന്. അച്ഛനേക്കാൾ മൂത്ത ഒരാളുടെ കയ്യിൽ നിന്ന് കൈനീട്ടം ഇപ്രാവശ്യം കിട്ടുന്നത് അത് അമ്മമ്മേൻ്റെ അടുത്തു നിന്നായിരുന്നു. അതുകൊണ്ട് തന്നെ ആ ഫ്രെയിം കാണാൻ ഭയങ്കര സ്വീറ്റായിട്ടുണ്ടായിരുന്നു. അച്ഛൻ്റെ ഫേസിൽ തന്നെ ഒരു സന്തോഷം ഉണ്ടായിരുന്നു കേട്ടോ. അച്ഛൻ പെട്ടെന്ന് പോയി. അച്ഛന് പണിക്ക് ആളുണ്ടായിരുന്നു. അപ്പോൾ അച്ഛൻ വേഗം പോയി. അങ്ങനെ തറവാട്ടിലെത്തി അച്ഛമ്മേനെ കണ്ട്. അവിടെ ഇപ്രാവശ്യം വിഷു ഒന്നും ഉണ്ടായിരുന്നില്ല, ഇവളെ കഴുത്തുളുക്കിയിരിക്കുകയാണ്. പിന്നെ അവിടെ നിന്ന് കുറച്ച് ഫോട്ടോസൊക്കെ എടുത്ത് നമ്മൾ അടുത്ത വീട്ടിലേക്ക് പോയി. അങ്ങനെ നമ്മൾ ബോർഡർ കിടന്ന് മാധവങ്കലത്തെത്തി. അവിടെ എത്തി കുറച്ച് ഫുഡൊക്കെ കഴിച്ച് എല്ലാവരും കൂടെ സംസാരിച്ചിരുന്ന് എല്ലായിടത്തും കുറച്ച് സമയം സ്പെൻഡ് ചെയ്തിട്ട് നമ്മളിതാ അമ്മമ്മേനെ കാണാൻ വേണ്ടി പോയി. അമ്മമ്മേൻ്റെ അടുത്തെത്തി. അവിടെ നിന്നും കുറച്ച് ഫോട്ടോസൊക്കെ എടുത്ത് രാത്രി ഫുഡൊക്കെ കഴിച്ച് നമ്മൾ അവിടെ നിന്ന് തിരിച്ചു.